ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ പോകുന്നത് ചേട്ടൻ, ചേച്ചി ആൻഡ് ബബ്ബുവിൻ്റെ കൂടെയാണ്. സോ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മളിപ്പോൾ പോകുന്നത് ജപ്പാനിലോട്ടാണ്. സോ നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറിയതേ ഉള്ളൂ. ഫ്ലൈറ്റ് നമുക്ക് സിംഗപ്പൂരിൽ ലേ ഓവർ ഉണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജപ്പാനിലോട്ട് പോകുന്നത്. നമ്മളപ്പോൾ ഇതേ പോകുന്നത് കൊച്ചി ടു സിംഗപ്പൂർ ആൻഡ് സിംഗപ്പൂരിൽ നിന്ന് ടോക്കിയോ. നമ്മുടെ ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ട്. സോ ഒരു ഫുഡ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ മീൽ വന്നിട്ടുണ്ട്. മെയിൻ കോഴ്സ് വന്നിട്ട് റോസ്റ്റഡ് ചിക്കൻ ആൻഡ് മാഷ് പൊട്ടറ്റോ ആണ് ഞാൻ പറഞ്ഞത്. നോൺ വെജ് ഓപ്ഷനാണ്. അങ്ങനെ നമ്മൾ സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ടിലെത്തി. ചങ്കിയാണോ കറക്റ്റായിട്ട് അറിയത്തില്ല. ചെവിയൊക്കെ അടഞ്ഞിരിക്കുകയാണ് ഫ്ലൈറ്റിൽ നിന്ന്. നമുക്കിനി ഓൾമോസ്റ്റ് 5 hours ഉണ്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. സോ നമ്മൾ ആക്ച്വലി സിംഗപ്പൂർ എയർപോർട്ട് കാണാനൊക്കെ നല്ല രസമെന്ന് കേട്ടിട്ടുണ്ട്. സോ നമ്മളതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഫുഡ് കോർട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം നിൽക്കുന്നത് സിംഗപ്പൂരിലെ ഒരു ഗാർഡൻ സ്പേസിലാണ്, എയർപോർട്ടിൽ തന്നെ. കണ്ണും പറയാം, ഭയങ്കര നല്ലൊരു പ്ലസൻറ്റ് വൈബും. അതേപോലെ തന്നെ നമുക്ക് ഈ വാട്ടറൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്ത് ക്ലീൻ ആണെന്ന്. ഇപ്പം നമ്മൾ F31-ലാണുള്ളത് ആൻഡ് നമുക്ക് പോകാനുള്ളത് F41-ലാണ്. സോ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ സോ ഒരു 5 hours നമുക്ക് വെയിറ്റിംഗ് ഉണ്ട് നമ്മുടെ അടുത്ത ടോക്കിയോയിലോട്ടുള്ള ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അതും സിംഗപ്പൂർ എയർലൈൻസ് തന്നെയാണ്. ഇതാണ് യാക്കുൺ ടോസ്റ്റ്. ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞത്. വേറെ ഒന്നുമല്ല, ഈ ബ്രെഡ് മുറിക്കുക, അതിൻ്റെ അത് ചീസ് എടുത്ത് വെക്കുക. ബട്ടർ ചീസ് അല്ല ബട്ടർ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ടോക്കിയോയിലെത്തി. എമിഗ്രേഷനൊക്കെ ക്ലിയറായി. Okay, that's it. Okay, perfect.
അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു പാർട്ടീഷൻ പോലെ ഉണ്ട്. ഇപ്പുറത്ത് റൂം, അപ്പുറത്ത് ബാത്റൂം. സോ ഇതാണ് നമ്മുടെ നൈറ്റ് ടൈം. ഇപ്പോൾ ഒരു മണിയൊക്കെ ആയി. സോ ആരും അങ്ങനെ പ്രത്യേകിച്ച് സ്ട്രീറ്റിലൊന്നും ഇല്ല. നമ്മളുടെ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ലോസൺ ഉണ്ട്. കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാൻ. യെസ്, ഇതൊക്കെ ഇവിടുത്തെ കൺവീനിയൻസ് സ്റ്റോഴ്സാണ്. ഇവിടെ റാമനൊക്കെ നമുക്ക് തന്നെ മേക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു ഓവനിൽ വെച്ചിട്ട് എല്ലാം ഹീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ച് നമ്മളതെങ്ങനെയാണെന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുക. അപ്പം ജസ്റ്റ് ഒരു 1 മിനിറ്റോ 2 മിനിറ്റ്സോ ഒക്കെ ആ ഫുഡിൻ്റെ ഐറ്റത്തിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും നമ്മൾ എത്ര നേരം ഇത് ഹീറ്റ് ചെയ്യണം എന്നുള്ളത്. ഇതെൻ്റെ പണ്ട് ഫേവറേറ്റ് ആയിരുന്നു. നമ്മൾ ചിക്കൻ ബാർബിക്യൂ ചെയ്തിട്ട് സാൻഡ്വിച്ചിൻ്റെ അകത്ത് വെച്ച്. അപ്പോൾ നമ്മുടെ ഡേ 1 ഇവിടെ നമ്മൾ എൻഡ് ചെയ്യാണ്. നമ്മളൊക്കെ ഭയങ്കര ടയേർഡാണ്. നാളെ നമ്മൾ മൗണ്ട് ഫുജിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡേ 2 വ്ളോഗുമായി നാളെ കാണാം. ബൈ ബൈ.